ചെയ്യുക എന്ന് പറഞ്ഞ ഇബാദത്താണെന്നും ഔലിയാക്കളെ ദിക്ർ ചെയ്യുക എന്നത് കഫാറത്താണ്. കഫാറത്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കുന്ന സംഗതിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെയൊക്കെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സദസ്സിൽ വന്നിട്ടുള്ളത്. ഈ സദസ്സിൽ വരിക എന്നതിനർത്ഥം ഈ സദസ്സിൽ നമ്മൾ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ്. ഇത് വിജയികളുടെ പരിപാടിയാണ്. ആ വിജയത്തിന്റെ പരിപാടിയിൽ നമ്മളൊക്കെ വന്ന് പങ്കെടുക്കുന്നതിലൂടെ നമ്മളും വിജയികളാവുക. അള്ളാഹുവിന്റെ ഔലിയാക്കൾ വിജയിച്ചവരാണ്. ആ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് വളരെ നേരത്തെ ഏതാണ്ട് ഒരു 2005-2006 കാലഘട്ടത്തില് നമ്മുടെ കേരള മുസ്ലിം ചരിത്രത്തിൽ വളരെ അവഗാഹം ഉണ്ടായിരുന്ന ഒരു നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ 1921 പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തിന്റെ പേരമകനായ കേരളത്തിലെ ചരിത്രകാരന്മാർ ഒരുപാട് ആളുകളെ ആശ്രയിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരുപാട് പഴയ കാല ഡോക്യുമെന്റുകൾ കയ്യിലുള്ള നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാരുടെ അടുത്ത് നേരിട്ട് ചെന്ന ഒരു സമയത്ത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോഴാണ് മന്നലാകുന്ന എന്ന് പറഞ്ഞപ്പോൾ മന്നലാകുന്നതിന്റെ പ്രത്യേകതകളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തന്നത്. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഹദർമി ഷെയ്ഖിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മുടെ വാവേലിയര്, ഇവിടെ മറകോട്ട് കിടക്കുന്ന വാവേലിയരെ പറ്റി പറഞ്ഞു. കുഞ്ഞുപൂക്കർ മുസ്ലിയാരെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഇവർക്കൊക്കെ ഉള്ള പ്രാധാന്യം പുറമെ നമ്മൾ ചെന്നപ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലായത്. അന്നാണ് ഈ വിഷയത്തിൽ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടായതും കാര്യങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. അതാണ് ഫضലുകൊണ്ട് ഏതാണ്ട് അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മുടെ തെക്കാത്ത ഹുസൈൻ ഖാ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ഈ പള്ളിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫലകം ഉണ്ടായിരുന്നു അറബിയിൽ. പഴയ പള്ളി കണ്ട ആളുകൾക്ക്, പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഗോജക്കാർക്കൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഒരു ഫലകം. ഇപ്പൊ നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ആ ഫലകത്തിന്റെ ഒരു ഫോട്ടോ എനിക്ക് ലഭിച്ചു. പക്ഷെ ആ ഫലകം കുറെ കാലമായിട്ട് അജ്ഞാതമായിരുന്നു, അത് കണ്ടിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അന്ന് പള്ളി പൊളിച്ചതിന് ശേഷം അത് കാണാതെ പോയതാണ്. അപ്പൊ ഞാൻ പലരോടും അന്വേഷിച്ചിരുന്നു, പക്ഷെ അതിനെ സംബന്ധിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരോ അത് സൂക്ഷിച്ചു വെച്ചിരുന്ന അതിന്റെ ആ ഫോട്ടോ കിട്ടിയിട്ട് അതിലെന്താണ് പറയണത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അതിലൊരു അഭിജത്തിന്റെ കണക്ക് വെച്ചുകൊണ്ടുള്ള ഒരു പദ്യരൂപത്തിലുള്ള ഒരു സംഗതിയാണത്. അപ്പൊ എന്താണത് എന്നുള്ള അന്വേഷിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ ഫോട്ടോ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ, ഒരു ബാക്കവിയായ ഒരു നിധിവിയായ മറ്റൊരു രണ്ട് സുഹൃത്തുക്കളെ ഞാൻ കാണിച്ചു. ഇവരത് നോക്കിയിട്ട് ഈ അഭിജത്തിന്റെ കണക്ക് വെച്ചിട്ട് ഒരു സംഗതി പറഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു പള്ളി ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർ ഇവിടെ ഒരു പള്ളി പണിതിട്ടുണ്ട്. ആ പള്ളിയോട് അനുബന്ധിച്ച് ആ പള്ളി 1715 നസാറാക്കളുമായി ഉണ്ടായ ഒരു സംഘർഷത്തില് പള്ളിയുടെ മുകൾ ഭാഗം നശിപ്പിക്കപ്പെട്ടു, കത്തിക്കപ്പെട്ടു. പിന്നെ 1745 ഈ പള്ളി നാട്ടുകാരുടെ മുൻകൈയോടുകൂടി പുതുക്കി പണിതു. 30 കൊല്ലത്തോളം മുകൾ ഭാഗം ഉപയോഗിക്കാതെ മംഗലാകുന്ന പള്ളി കിടന്നിരുന്നു എന്നാണ് ആ രേഖയിൽ കാണുന്നത്. അള്ളാഹു എന്നിട്ട് അതിൽ എഴുതിയേക്കാണ്, അള്ളാഹു ഈ നാട്ടുകാർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഫലകമാണ്. അപ്പോഴാണ് നമ്മുടെ നാടിന് ഇങ്ങനെ ഒരു പശ്ചാത്തലം, ചരിത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പൊ 300 കൊല്ലത്തെ ഏതാണ്ട് പഴക്കം ആ രേഖയിൽ തന്നെയുണ്ട്. കൃത്യമായ രേഖയാണ് ഇത്. അത് പഠിക്കുന്നത്, അന്വേഷിക്കുന്നത്. അങ്ങനെ ഈ സാധനത്തിലൂടെ പിന്നെ നമ്മൾ ഇവരുടെ കാലം എന്താണെന്നുള്ളത് 392 എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും എന്നല്ലാതെ അതിനെന്തെങ്കിലും പ്രമാണം ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിച്ചത്. പിന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പഴയ കാലത്ത് ഉള്ള ആളുകൾക്കൊക്കെ അറിയാം, വാതിലിന്റെ മുകളിൽ ഒരു പിച്ചളക്കെട്ടുണ്ടായിരുന്നു. അതില് പഴയ കാലത്ത് പഴയ ലിപി രൂപത്തില്, അതായത് വട്ടെഴുത്ത് ലിപി രൂപത്തില് ഹിജ്റ 398 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനിടയില് ഈ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഇസ്ലാമിക പാരമ്പര്യം, ചരിത്രമൊക്കെ ഗവേഷണം ചെയ്യാൻ വേണ്ടി വളരെ ആധികാരികമായിട്ട് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന PhD ഒക്കെ ഉള്ള എൻ്റെ ഒരു സഹോദരൻ സുഹൃത്ത് മലയമ്മ എന്ന നാട്ടിൽ, കോഴിക്കോട് മലയമ്മ എന്ന് പറഞ്ഞ നാട്ടിലുള്ള മോയിൻ മലയമ്മ, നമ്മൾ അറിയേണ്ടതാണ്. ഈ സമസ്ത EK വിഭാഗത്തിന്റെ സജീവ ആളാണ്, ഹുദവിയാണ് അദ്ദേഹം. കുറെ കാലം മുമ്പേ, അവർ പഠിക്കുന്ന കാലം മുതൽ ഞാൻ അവരായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ നാടിന്റെ പാരമ്പര്യത്തെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സംഗതികൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു, MC-നെ കണ്ടു, ഇത്തരം സാധനങ്ങളൊക്കെ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ
ഈ തൊഴിയൂർ ഉസ്താദിനെ പറ്റി അദ്ദേഹം ചെയ്തൊരു പുസ്തകമുണ്ട്. അത് തൃശ്ശൂർ ജില്ലയുടെ ഇസ്ലാമിക ചരിത്രം കൂടിയാണ് ഉൾക്കൊള്ളുന്നൊരു ഗ്രന്ഥമാണ്. അതിൽ വളരെ വൃത്തിയായിട്ട് ഈ സംഗതികൾ, നമ്മൾ ഈ അവതരിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ അദ്ദേഹം പകർത്തി. എന്നതിനർത്ഥം ഇത് ഗ്രന്ഥങ്ങളിൽ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ വരും തലമുറകൾ ചരിത്രത്തിൽ ഗവേഷണം ചെയ്യുകയും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾക്ക് അടുത്ത തലമുറക്ക് ഈ സാധനം വിനിമയം ചെയ്യപ്പെടും, കൈമാറ്റം ചെയ്യപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ ചരിത്രമുള്ള വേരുകളുള്ള ഒരു സമൂഹമായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടും. ഇതിനു വേണ്ടിയാണ് അള്ളാഹുടെ ഫضل കൊണ്ട് ആ സംഗതി ചെയ്തത്. അപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തി, ഞാൻ എൻ്റെ ദക്ഷിണേന്ത്യയിലെ മുസ്ലിം വേരുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ ഇതിന്റെ വളരെ കാര്യമായ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ആ പുസ്തകത്തിൽ ഞാനത് കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഹറമി ശൈഖ് റഹ്മത്തുള്ളാഹി വരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ഒരു പൊതുപ്രവണതകൾ, ഇത് ഒരു സാമാന്യമായ നിലക്ക് കുറച്ച് കാര്യം കൂടി ഞാൻ അതിൽ പറഞ്ഞുകൊണ്ട് ഈ ആമുഖ അല്ലെങ്കിൽ ഇതിന്റെ ഈ സെഷനിലുള്ള ഈ സംഗതികൾ, ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഹറമി ശൈഖ് റഹ്മത്തുള്ളാഹി ഇവിടെ വരുന്ന കാലത്ത് പറഞ്ഞാൽ ഹിജറ 4-ാം നൂറ്റാണ്ട് അവസാനത്തിലാണ്. അതായത് 2-ാം സഹസ്രാബ്ദം ആരംഭിച്ച 1007, 1008 എന്ന, അതായത് ഇപ്പോ 2024 നമ്മൾ, അത് അവര് വന്ന കാലം 1007, 1008. അപ്പൊ ക്രിസ്തുവർഷ പ്രകാരം തന്നെ ശരിക്കും നോക്കിയാല് 1016 വർഷം ഏതാണ്ട് അവരിവിടെ വന്ന് ഇവിടെ അവർ 1016 വർഷത്തെ പഴക്കം നമ്മുടെ ഈ നാട്ടിലെ ഈ പാരമ്പര്യം അവർക്കുണ്ട്. പക്ഷെ അദ്ദേഹം ഇവിടെ വരുന്ന കാലഘട്ടത്തില് ഒരു മുസ്ലിം സെറ്റിൽമെന്റ് ഉണ്ട് ഇവിടെ, ഒരു കുടുംബം, അതായത് കുറച്ച് കുടുംബങ്ങൾ മുസ്ലിങ്ങളുണ്ട്. അദ്ദേഹം വഴി ഇവിടെ ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം വരുന്ന ഘട്ടത്തിൽ ചെറിയൊരു മുസ്ലിം സമൂഹം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ രൂപപ്പെട്ട സമൂഹത്തിലേക്കാണ് അദ്ദേഹം വരുന്നത്. അത് മനാക്കിബിലും മൗലൂദിലും വളരെ കൃത്യമായിട്ട് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ട് ഒരു തറ ഇട്ട് വെച്ചിരുന്നു. ആ തറ കണ്ട്, അപ്പൊ അന്നത്തെ സംഭവം എന്താ വെച്ചാല്, ഈ മുസ്ലിങ്ങളുടെ കച്ചവട കേന്ദ്രങ്ങൾ, മുസ്ലിങ്ങളുള്ള പ്രദേശങ്ങളിൽ കുറച്ച് മുസ്ലിങ്ങൾ ഉള്ള ഏരിയകളിലാണ് ഇവർ വരിക. കാരണം വിനിമയം സാധ്യമാണല്ലോ, ഏതെങ്കിലും നിലക്ക് ഭാഷ, ഈ സംഗതികളൊക്കെ ആ നിലക്കുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാണല്ലോ. അത് ഉദ്ദേശിച്ചിട്ട് കുറഞ്ഞ നിലക്ക് ഈ സംസ്കാരം കൊണ്ട് ജീവിതം കൊണ്ടൊക്കെ സാദൃശ്യമുള്ള ഏതെങ്കിലും നിലക്ക് അറബി ഭാഷയോട് ബന്ധമുള്ള ആളുകളുള്ള കേന്ദ്രങ്ങളിലാണ് വരിക. ഇവിടെ വലിയ വ്യാപകമായ രീതിയിൽ മുസ്ലിം സമൂഹം രൂപപ്പെട്ടേക്കാം എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ തറ പോരെന്നും തറ നമുക്ക് വിപുലപ്പെടുത്തണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥിതിയും ശേഷിയും അദ്ദേഹത്തിന്റെ പ്രാധാന്യമൊന്നും തിരിച്ചറിയാൻ പറ്റാതിരുന്ന അന്നത്തെ സാധാരണക്കാരായ ജനങ്ങള് ആ നിർദ്ദേശം വേണ്ട വിധം മാനിച്ചില്ല എന്ന് വന്നപ്പോ അവര് അള്ളാഹുവില് ലയിച്ച് എല്ലാ സമയത്തും അള്ളാഹു എന്നുള്ള വിചാരത്തിലായി ജീവിക്കുന്ന മനുഷ്യരാണ്. അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ഔലിയാക്കളാണ്. അവരെ കോപം പറഞ്ഞ അള്ളാഹുടെ കോപമാണ്. അവര് ആ നിലക്ക് അള്ളാഹുവില് സുലൂക്ക് ചെയ്ത് എല്ലാ അർത്ഥത്തിലും ദാത്ത് സിഫാത്ത് അഫ്ആല് ആസാറ് പോലുള്ള വിഷയങ്ങളിലൊക്കെ പരിപൂർണമായി ലയിച്ച് അങ്ങനെ നിൽക്കുന്ന മനുഷ്യരായതുകൊണ്ട് അവരെ കോപം പറഞ്ഞാൽ എന്താണ്, അത് അള്ളാഹു കോപിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് കോപത്തോടു കൂടി എന്തായി, ആ തറയുടെ മുകളിൽ അടിച്ചപ്പോ തറ പളർന്നുപോയി. തറ പളർന്ന് തകർന്നു പോയപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് അസാധാരണക്കാരനാണ്, സാധാരണക്കാരനല്ല. അതുകൊണ്ട് അവരുടെ ഈ നിർദ്ദേശം മാനിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായപ്പോ അവർ പറഞ്ഞതനുസരിച്ചിട്ട് പ്ലാന് മാറ്റി വരക്കാന്നും വേറെ തറ ഇടാന്നും തീരുമാനിക്കും. അങ്ങനെ അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് തറ വിശാലപ്പെടുത്തി. അതാണ് അതുകൊണ്ട് ഏതാണ്ട് ഒരു 1000-ഓളം വർഷം ആ പള്ളി ഇവിടെ നിലനിൽക്കുകയും ചെയ്തു. അതാണ് അതുകൊണ്ട് 1000 വർഷം ആ പള്ളി ഈ 398 ഉണ്ടാക്കിയ പള്ളിയാണ്. അതിൽ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ആ മുഗൾ ഭാഗം 300 കൊല്ലം മുമ്പ് ഡച്ചുകാരായിട്ടുണ്ടായ യുദ്ധങ്ങളാണെന്നാണ് തോന്നുന്നത്. ആ സമയത്ത് ഡച്ചുകാരായിട്ടാണ് ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ സാമൂതിരി ഡച്ചുകാരും, ഇപ്പൊ ഡച്ചുകാരായിട്ട് സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളാണ് സാമൂതിരിയുടെ നാവികപ്പടാവുക. മുസ്ലിങ്ങളായിരുന്നു സാമൂതിരിക്ക് നാവികപ്പട. ഈ നാവികപ്പടയിൽ പ്രവർത്തിച്ച ആളുകൾ ഈ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിമരക്കാർ ഷഹീദ് ഒക്കെ നമുക്ക് അറിയണതല്ലേ, വെളിയങ്കോട് ഉമർഖാദിയുടെ അടുത്തുള്ള കുഞ്ഞിമരക്കാർ ഷഹീദ് പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്ത ആളാണ്. അപ്പോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ സംഘർഷം നടന്ന സമയത്ത് അവര്
പൊളിച്ച അല്ലെങ്കിൽ അവര് കത്തിച്ച മുകൾ ഭാഗമാണ് പിൽക്കാലത്ത് 300 കൊല്ലം മുമ്പ് റെഡിയാക്കിയിട്ട് ആ പള്ളിയാണ് ഏതാണ്ട് 40 കൊല്ലം 35 കൊല്ലം മുമ്പ് പൊളിച്ചത്. എന്തായാലും ഈ ഹദ്റമി ഷെയ്ഖ് ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം എന്താ പറയാ മറ്റേ ഈ പള്ളിയുടെ വിപുലന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ അവരുടെ ദീനിയായ പുനരുജ്ജീവന സംഗതികൾക്കൊക്കെ വ്യാപൃതനായി കുറച്ചു കാലം ഇവിടെ ജീവിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ 13 പേര് വേറെ ഉണ്ടായിരുന്നു. മൊത്തം 14 പേരാണ് ഇവർ വന്നത്. അങ്ങനെ കുറച്ചു കാലം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി ജനങ്ങളോടൊക്കെ സമ്പർക്കപ്പെട്ട് നിന്നതിന് ശേഷം ജനങ്ങളോട് ഭയങ്കര ഗാഢമായ ബന്ധം വന്നപ്പോ അദ്ദേഹം ശ്രീലങ്കയിലേക്ക് അക്കാലത്ത് ഈ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരും മറ്റു നിലക്കുള്ള ദീനി ദാവത്തിന് വേണ്ടി വരുന്നവരൊക്കെ ശ്രീലങ്കയിലെ ആദമ്മല സന്ദർശിക്കാനൊക്കെ പോകുന്ന പരിപാടിയില്ലായിരുന്നു. ആദം നബി അലൈഹി സ്വലാമിന്റെ കാൽപ്പാടൊക്കെ പതിഞ്ഞ ആദമ്മല കാണലും അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ദീനിയായ വ്യാപനം നടന്നൊരു സ്ഥലമാണ് അക്കാലഘട്ടത്തില്, വ്യാപാര കേന്ദ്രമാണ്. അതൊക്കെ ഉദ്ദേശിച്ചിട്ട് അക്കാലത്ത് അവര് അങ്ങോട്ട് പോയി. പോണ സമയത്ത് ജനങ്ങളോട് ഈ സമ്മതം ചോദിച്ചപ്പോൾ ജനങ്ങൾ ആ സമയമാകുമ്പോ അവർക്ക് ഭയങ്കര വൈകാരിക ബന്ധം അവരോട് വരെ, നിങ്ങൾ ഒരിക്കലും പോവരുത്, നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് ആവശ്യപ്പെടി ചെയ്തപ്പോ പറഞ്ഞ് ഞാന് പോയിട്ട് തിരിച്ചു വരും, പിന്നെ ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എനിക്ക് ഇവിടെ ഖബർ ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ഖബറിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ അവര് പോയി ഈ 14 പേരോടൊപ്പം പോയിട്ട് പിന്നെ അവര് വൈകാതെ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നിട്ട് അധികം വൈകാതെയാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയാവുന്നത്. പണി പൂർത്തിയായി ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അല്പകാലം അദ്ദേഹം പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 13 പേരിൽ ഒരാളെ കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വിവാഹം കഴിപ്പിച്ചു. അപ്പൊ ആ യമനിൽ നിന്ന് വന്ന് ആ വിവാഹം കഴിപ്പിച്ച ആളുടെ സന്തതി പരമ്പര ചിലപ്പോൾ ഇതിലൊക്കെ ഉണ്ടാവും. പേരുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിവിടുന്ന് വിവാഹം കഴിച്ച് ഇവിടെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് അവര് പിന്നെ ഇവിടെ കബറടക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അജ്ഞാതമായിട്ട് ആരാണ് എന്താന്നുള്ള രൂപമല്ലാതെ നമുക്ക് കൃത്യമായിട്ട് രൂപമല്ലാതെ മനസ്സിലാകുന്ന ഒരു ഇതാണ് അണ്ടത്തോട് പള്ളിയിൽ മറപ്പെട്ട് കിടക്കുന്നവരെ പറ്റി പലരും പല രീതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവര് ഹളർമിയാണെന്നും ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. PK സയ്യിദ് മുഹമ്മദ് എഴുതിയിട്ടുള്ള പുസ്തകത്തിലൊക്കെ അവര് ഹളർമി പാരമ്പര്യമുള്ള ആളാണെന്ന്, അപ്പൊ ഇവരുടെ ആ ശിഷ്യനായിട്ടുള്ള ഇവിടുന്ന് വിവാഹം കഴിച്ച ആളാണോ അദ്ദേഹം എന്ന് സംശയിക്കാം എന്ന രീതിയിലും ചിലര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്താണെങ്കിലും ഈ ഒരു ശിഷ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് വസിയത്ത് ചെയ്തു, നിങ്ങൾ ഇവിടെ നിൽക്കണം, ഈ പള്ളിയും സംഗതികളും ഇവിടുത്തെ സംഗതികളൊക്കെ ആയിട്ട് മുത്തവല്ലി എന്നുള്ള രീതിയിലാവും അക്കാലത്ത് ആ സിസ്റ്റം ഒക്കെ ഉണ്ടാവുക. അങ്ങനെ ഈ ഒരു പാരമ്പര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിർത്തി ബാക്കി 12 പേരോട് നിങ്ങൾ നിശ്ചയിക്കപ്പെട്ടതുപോലെ, അപ്പൊ അവര് ആദ്യം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടാണ് ഉള്ളത്, നിശ്ചയിക്കപ്പെട്ടതുപോലെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകണം. ഈ ആശയത്തിലാണ് മനാക്കിബില പരാമർശമുള്ളത്. അപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവരിവിടുന്ന് 12 പേരെ പറഞ്ഞയച്ചു. ഇവരുടെ വഫാത്തിന് ശേഷം ആ 12 പേര് ഈ സ്ഥലം വിട്ട് പോയി. അപ്പൊ ഇതില് 2 സംഗതികൾ ഇതിനോടനുബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹദ്റമി ഷെയ്ഖിന്റെ ശരിയായ ചരിത്രം നമ്മൾ മനാക്കിബിലുള്ള കാര്യമാണ്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സമാന കാലഘട്ടത്ത് ഇതേ സമയത്ത് തന്നെ 900 പേരോടുകൂടി അറേബ്യയിൽ നിന്ന്, അതായത് യമന്, ഹോർമൂസ്, അതുപോലെ തന്നെ മദീന, മക്ക പോലുള്ള പ്രദേശങ്ങളിലുള്ള വിവിധ ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് 900 പേരോടുകൂടി 900 ആളുകളോടുകൂടി ഈ ദക്ഷിണേന്ത്യൻ മേഖലയിലേക്ക് ദീനി ദാവത്തുമായി വന്ന തിരുച്ചിയിൽ, നിങ്ങൾ പോയിട്ടുണ്ടോന്ന് അറിയില്ല, തിരുച്ചിയിലുള്ള ഒരു വലിയ തിരുച്ചിയിൽ മറപ്പെട്ട് കിടക്കണം ത്വബല ആലം നത്ഹർ വലി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടാൻ. അദ്ദേഹം പഴയ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഒരു നാട്ടില്, ബഹനസ എന്ന് പറഞ്ഞ നാട്ടില് ഒരു നാട്ടുരാജ്യ പ്രതിനിധിയായി ഒരു അമീറായി ജീവിക്കായിരുന്നു. അവിടുന്ന് ഈ ഭരണവും അധികാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന്റെ പ്രശ്നങ്ങൾ മൂപ്പർക്ക് ബോധ്യപ്പെട്ടിട്ട് ആ നാട്ടിൽ നിന്ന് അദ്ദേഹം പലായനം ചെയ്യാൻ തന്നെ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് മൂപ്പര് ഈ ഇങ്ങോട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹോർമൂസ് മേഖലയിലേക്ക് ഒരു പരിത്യാഗിയായിട്ട്, ഒരു സാഹിദായിട്ട് വരിക. അവിടുന്ന് അലി ജൗലഖി എന്ന് പറഞ്ഞൊരു ഷെയ്ഖിനെ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഷെയ്ഖായ ഒരു ഇബ്രാഹിം എന്നറിയപ്പെട്ട കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആ പേരമക്കളിൽപ്പെട്ട ഒരാളുമായിട്ട് അവർക്ക് സമ്പർക്കം ഉണ്ടായിരുന്ന ഒരു ആത്മീയ ഗുരുവായിരുന്നു അദ്ദേഹത്തിന്റെ. അവരുമായിട്ട് ശിഷ്യത്തുള്ള
ഈ ഇവരായിട്ട് ബയ്യത്തൊക്കെ ചെയ്ത് ആത്മീയ ശിക്ഷണമൊക്കെ സിദ്ധിച്ച് വർഷങ്ങളോളം അവരെ കൂടെ താമസിച്ചിട്ട് അദ്ദേഹത്തിന്റെ കുറെ ശിഷ്യന്മാരെയും കൂട്ടി ഇദ്ദേഹം ആ ശിഷ്യന്മാരെന്ന് പറഞ്ഞാല് ഹോർമോസ്, ഹളർമൗത്ത്, യമന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇവിടെ ഒക്കെ ഉള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ ഈ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ട്. അവരെല്ലാം കൂടി 900 പേര് ഉൾക്കൊള്ളുന്ന ഇവര് ഹജ്ജിന് പോയിട്ട് ഒരു വർഷക്കാലം മദീനയിൽ താമസിച്ചു. അവിടുന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സ്വപ്നം കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ 900 പേരോടുകൂടി ഇവരൊടുക്ക് വരികയാണ്, ഇന്ത്യയിലേക്ക് ദീനി ദഅവത്ത് ഉദ്ദേശിച്ച് വരികയാണ്. ഏത് സമയത്താ? ഹളറമി ശൈഖ് റഹ്മത്തുള്ളാഹി വന്ന അതേ കാലത്ത്. അപ്പോ ഇവര് വന്നിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് ഇവര് പ്രതിനിധികളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. ഫാഴ്സി കിതാബുകളിൽ, അതുപോലെ തന്നെ പഴയ അറബി ഗ്രന്ഥങ്ങളിൽ, തമിഴ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിന്റെ എവിഡൻസുകൾ വിശദമായി പഠിച്ച ഒരു സുഹൃത്ത്, കാൽപ്പണത്തുകാരൻ സുൽത്താൻ ബാക്കവി എന്ന് പറഞ്ഞൊരു സുഹൃത്ത് എന്നോട് ഒരു ദിവസം ചോദിക്കുകയാണ്. ഇത് പഠിച്ച ഈ സുഹൃത്തിനോട് ചോദിക്കുക, അല്ലാഹു ഓരോന്ന് കണക്ട് ചെയ്യണം. എന്നോട് ചോദിക്കുകയാണ്, ഈ കേരളത്തില് ഏതാണ്ട് 1000-ഓളം വർഷം പഴക്കമുള്ള അജ്ഞാതര് എന്ന രീതിയിൽ അറിയപ്പെടുന്നു, അതായത് ആരുടെ പേരൊന്നും അറിയില്ല, എന്നാൽ മക്ബറകളുണ്ട്, അങ്ങനെയുള്ളവരുടെ വല്ലവരുടെയും മക്ബറകൾ എവിടെയൊക്കെ ഉള്ളതെന്ന് ഞാനൊരു ഹിസ്റ്റോറിയൻ ആയതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ സുഹൃത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ നാട്ടിൽ തന്നെ ഉണ്ട് അങ്ങനെ, എന്റെ നാട്ടിൽ തന്നെ അങ്ങനെ 1000 വർഷം പഴക്കമുള്ള ഒരു ഇസ്ലാമിക പാരമ്പര്യമുള്ള ഒരു ഹളറമി ശൈഖ് ഉണ്ട്. അപ്പൊ മൂപ്പരിനോട് ഉടനെ പറയണം, അതായത് ഈ ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, ഇന്ന് സംസ്ഥാനങ്ങൾ, അന്ന് ദക്ഷിണേന്ത്യ മേഖലയാണല്ലോ, അന്ന് സംസ്ഥാനം ഒന്നും ആയില്ലല്ലോ. തമിഴ്നാടിന്റെ, ആന്ധ്രയുടെയും കേരളത്തിന്റെയും കർണാടകയുടെയും വിവിധ മേഖലകളിൽ ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് ദീനി ദഅവത്തിന് വേണ്ടി. ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കാം അദ്ദേഹം എന്ന് എന്നോട് പറയാം. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിൽ ഞാൻ ചില സൂചനകൾ പറയണം. ഇവര് 14 പേരല്ലേ വന്നിട്ട് ഇവിടെ കുറച്ചു കാലം താമസിച്ച് ഇവിടുത്തെ ഒരു സെറ്റിൽമെന്റ് സംഗതികളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് നേതൃത്വം നൽകി പിന്നെ ഇവിടുന്ന് ഇവര് പോവുകയാണ്. ഈ പോണത് അക്കാലത്ത് നത്തുഹർ വലി ഉള്ളത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്ക കായൽപട്ടണമൊക്കെ മേഖലയിലാണ് നത്തുഹർ വലി റഹ്മത്തുള്ളാഹി ഉള്ളത്. അപ്പൊ സ്വന്തം ഷെയ്ഖിനോട് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവലോകനം ചെയ്യാനുള്ള ഒരു യാത്രയായിരിക്കാം അതെന്ന് നമ്മൾ ഊഹിച്ചാൽ അത് സന്ദർഭവശാൽ ശരിയാവാൻ സാധ്യതയുണ്ട്. ഊഹിക്കുകയാണ് ഞാൻ, ഇത് സാധ്യതകൾ പറയാം. അപ്പോ പിന്നെ മാത്രല്ല, ഇവര് മുൻകൂട്ടി ഇവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എവിടൊക്കെ ആരൊക്കെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് മൗലിദിൽ വളരെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. മൗലിദി പറയണത് എന്താ വെച്ചാല്, നിങ്ങൾ ഉദ്ദേശിച്ചെടുത്തിട്ട് പോകണം. ഉദ്ദേശിച്ചെടുത്ത് തന്നെ ഉദ്ദേശിക്കണമല്ലോ ആദ്യം. നിങ്ങൾ 12 പേര് ഇവിടെ നിൽക്കണ്ട, ഒരാൾ മാത്രം ഇവിടെ നിന്നാൽ മതി. 12 പേര് ഉദ്ദേശിച്ചെടുത്തേക്ക് പോകണം. ഇതിനായിട്ട് ലിങ്ക് ചെയ്യാവുന്ന മറ്റൊരു സംഗതി കൂടി അള്ളാഹു ഓരോന്ന് കണക്ട് ചെയ്യണം. ഞാൻ അന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്ത സമയത്ത് എനിക്കത് അള്ളാഹു തുറന്നു തന്നതിന്റെ ഒരു സംഗതി പറയാം. ആ സമയത്താണ് ഞാൻ ഈ നാദാപുരത്തിന്റെ ഒരു ഇസ്ലാമിക പാരമ്പര്യം 1000 വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അപ്പൊ അവിടെ ഉള്ള ഒരു ജാസിർ എന്നിട്ട് ഒരു നദിവിണ്ട്, എന്റെ ഒരു സുഹൃത്താണ്, നബിയിലൊക്കെ സുഹൃത്താണ്. പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ്, നിങ്ങള് മേനക്കോത്ത് കാളിനായിട്ട് സംസാരിക്കുക, അവിടുത്തെ കാളിയരുണ്ട്, മേനക്കോത്ത് കാളി, അദ്ദേഹം ഇപ്പൊ അടുത്ത വഫാത്തായി, അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ഇതിന്റെ ചില സൂചനകൾ നമ്മളും കേട്ടിട്ടുണ്ട്. ഇവരൊരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു വന്നവര്. മാത്രല്ല ഈ വന്ന ആളുകളില് 2 അവിടെ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി ആളുകൾ അവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പൊന്നാനിയായിട്ട് ഇവർക്ക് എന്തോ കണക്ഷൻ ഉണ്ട് എന്ന് പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതായിട്ട് മുൻനിർത്തി ഞാൻ മേനക്കോത്ത് കാളിയുടെ നാദാപുരത്തിന്റെ ഹിസ്റ്ററി സംഗതികളൊക്കെ വരുന്ന യൂട്യൂബിൽ ചില സംഗതികൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോ നാദാപുരത്തിന്റെ ചരിത്രം ഈ മേനക്കോത്ത് കാളിയർ തന്നെ പറയണ ഒരു വീഡിയോ കിട്ടി. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഒരു തുറവി കിട്ടി. കാരണം ഇവിടുന്ന് പോയവരെന്തായാലും കൂടി അന്വേഷിക്കണല്ലോ. 12 പേര് ഇവിടുന്ന് പോയില്ലേ. നമ്മൾ മാതൃഭീഷയുടെ ചരിത്രം മാത്രമല്ല, മൊത്തത്തില് ഈ ദക്ഷിണേന്ത്യൻ മേഖലയിലെ അക്കാലത്തുള്ള മൊത്തം ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമാവുന്നത്. ഒരിക്കലും ഒരു പ്രദേശത്തിന് മാത്രമായിട്ട് ഒരു ചരിത്രമല്ലല്ലോ. ഇവര് ഹളറമൗത്തിൽ നിന്ന് വരുമ്പോ ആ ഹളറമൗത്തായിട്ടും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടും ഈ നാടായിട്ടും ഒക്കെ കണക്ട് ചെയ്യണമല്ലോ, കണക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ 12 പേര് ഇവിടുന്ന് പോയി. ഈ 12 പേര് പോയിട്ട് എവിടെ എത്തി എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഞാൻ മേനക്കോത്ത് കാളിയരോട് എത്ര പേരാണ് അവിടെ വന്ന ആളുകൾ എന്ന് ചോദിച്ചപ്പോ മൂപ്പരിനോട് ഫോണിൽ നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം വഫാത്തായി, എനിക്ക് മൂപ്പരെ പോയിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഫോണിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ് 12 പേരാണ് ഇവിടെ വന്നത്. അദ്ദേഹം പറഞ്ഞു 12 പേരിൽ 2 പേര് ഇവിടെ നിന്നു. ഒരാൾ വയനാട് മേഖലയിലേക്ക് പോയി, മല കയറിപ്പോയി. അവിടുന്ന് കിഴക്കേ ഭാഗത്താണല്ലോ വയനാട് മേഖല. ബാക്കിയുള്ളവർ വടക്കോട്ട് നീങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ വടക്കോട്ട് നീങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ കർണാടകയിലും ഇവരുടെ പ്രവർത്തനങ്ങൾ. നത്തുഹർ വലി റഹ്മത്തുള്ളാഹിയുടെ പേരിൽ അവിടെ ഒരു പഹാഡ്, ഒരു പർവ്വതം തന്നെ ഉണ്ട്.
നത്ഹർ വലി തന്നെ അവിടുത്തെ നത്ഹർ വലി റഹ്മത്തുള്ളാഹിയുടെ. അപ്പൊ ഇതൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചിട്ട് ഇവിടുന്ന് പോയവരായിരിക്കാം അത് എന്നുള്ളൊരു സാധ്യത കൂടി ഞാൻ ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് വെറുതെ നമ്മൾ എന്തോ പറയല്ല, കൃത്യമായ എവിഡൻസോട് കൂടി ഏതൊരു അക്കാദമിക് ചരിത്രകാരനും കണ്ടാല് അതിലൊരു ന്യൂനത തോന്നാത്ത വിധത്തില് ആ വിഷയത്തിലുള്ള വ്യക്തത നമുക്ക് കിട്ടിയ ലഭ്യമായ വിവരങ്ങൾ നമ്മൾ അതിൽ ഈ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഫضل കൊണ്ട് നമുക്ക് ഹദറമി ശൈഖിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖ ആയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് എൻ്റെ ഒരു ആഗ്രഹം, വൈകാതെ ഞാൻ കുറച്ച് മുമ്പേ ആഗ്രഹിക്കുന്നതാണ്, ഇനി ഈ ഹദറമി ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ ജീവിത പശ്ചാത്തലത്തിന്റെ ഒരു ഇതില് ഇവിടെയുള്ള മൊത്തത്തിലുള്ള ഔലിയാക്കളെ, അതായത് ഇവിടെ അംഗസ് മൗലൂദ് എന്ന് പറഞ്ഞ വളരെ വിഖ്യാതമായ ഒരു മൗലൂദ് എഴുതിയ എന്നോട് കോഴിക്കോടുള്ള വലിയൊരു ഉസ്താദ് ചോദിക്കുക, എന്റെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടല്ലോ ബാബയിലേര്. അപ്പൊ ഞാനാകെ അന്തം വിട്ട് അത് ആരാ. അപ്പൊ ഉസ്താദൊക്കെ ചോദിക്കാൻ മാത്രം ഹൈദരാബാദിൽ നിന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, ഹൈദരാബാദ് വെച്ചിട്ട് ഒരാൾ ചോദിച്ചു അത് ആരാന്നുള്ള ഞാൻ എനിക്ക് ഒരു രൂപം കിട്ടില്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത് മന്ദലാമെന്നാണ്, അവിടെ പള്ളിയിൽ മറപ്പെട്ട് കിടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഹദറമി ശൈഖ് അല്ല എന്നാലും, കാരണം അവര് 1000 വർഷമായി, ഇത് അംഗസ് മൗലൂദ് എഴുതിയപ്പോ അടുത്ത് ജീവിച്ച ആളാണ്. അപ്പോഴാണ് ഞാനത് അന്വേഷിച്ച് നോക്കുമ്പോൾ വാവേലിയരാണ്, നമ്മളെ വാവേലിയരെ പറ്റിയാണ് ഈ അംഗസ് മൗലൂദ് എഴുതിയ വാവേലിയരെ പറ്റിയാണ് ഈ പറയുന്നത്. അതോടൊപ്പം തന്നെ കൂനമൂച്ചി റഹ്മത്തുള്ളാഹി ഇവിടെ ഉള്ള കുഞ്ഞിപ്പോക്കൊരു മുസ്ലിയാർ ഇവിടെ വർഷങ്ങളോളം ഇവിടെ കുഞ്ഞമേലരൊക്കെ ഉസ്താദായിരുന്ന വർഷങ്ങളോളം ഇവിടെ ദീനി സേവനം ചെയ്ത നമ്മുടെ ഹുസൈനാജിനൊക്കെ വാപ്പായിട്ടുള്ള ഇവരൊന്നും ചില്ലറക്കാരല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിശേഷപ്പെട്ടവരെ. ഇവരൊക്കെ ജീവിതം സമഗ്രമായി കിട്ടാവുന്ന വിവരങ്ങൾ ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് മംഗലാമന്ദിന്റെ ഒരു ഇസ്ലാമിക ചരിത്രം തന്നെ രചിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു അങ്ങനൊന്ന് മനസ്സിലിട്ടിട്ടുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം, അള്ളാഹു അത് പൂർത്തീകരിക്കാം, ആയുസ്സും ആരോഗ്യം നേട്ടിത്തരാൻ ദുആ ഇറക്കണം. ഇൻഷാ അല്ലാഹ് അത് സ്വീകാര്യമാവുന്ന ഒരു അമലായിട്ട് അള്ളാഹു കബൂല് ചെയ്യാനും നിങ്ങൾ ദുആ ചെയ്യണം. എന്തായാലും ഈ ഹദറമി ശൈഖ് റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് സാമാന്യമായി നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. വരുന്ന തലമുറകൾക്ക് ഹദറമി ശൈഖ് ആരാന്ന് ചോദിക്കുമ്പോൾ ഒരു എത്തുംപിടിയില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. ഈ ഒരു ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് കുറച്ചുകൂടി സംക്ഷിപ്തമായിട്ട് ഡോക്ടർ മോയിൻ മലയം അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ തൊഴിയൂർ ഉസ്താദിന്റെ, അതായത് കുഴിങ്ങര സ്വദേശിയായിരുന്ന കുഞ്ഞോ മുസ്ലിയാർ, അദ്ദേഹം തൊഴിയൂർ ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത്, തൊഴിയൂർ തിങ്കാനായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥം ഇദ്ദേഹം ചെയ്തപ്പോ, മോയിൻ മലയമ്മ ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ജീവചരിത്രം മാത്രം ആക്കാതെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഇസ്ലാമിക പാരമ്പര്യം ചരിത്രം ക്രോഡീകരിക്കുക എന്നുള്ള ഒരു ആശയത്തിലെത്തി. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഇസ്ലാമിക പാരമ്പര്യ കേന്ദ്രങ്ങൾ വന്ന് സന്ദർശിക്കുകയും അതിലുള്ള കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്ത് ഏതാണ്ട് 800ഓളം പേജുള്ള ഒരു ഗ്രന്ഥം അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലും ഇപ്പൊ അടുത്തിടെ മറ്റൊരു ഗ്രന്ഥം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലും ഒക്കെ മംഗലാമന്ദിലെ ഇസ്ലാമിക ചരിത്രം കൃത്യമായിട്ട് തന്നെ വിശകലനം ചെയ്യുന്ന രേഖകൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഇനി വരും തലമുറകൾക്ക് ഇത് എല്ലാ അർത്ഥത്തിലും ഉപകാരപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ജീവിതം, അവരുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്, അവരുടെ ജീവിതത്തിന്റെ പാഠം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഈ ഒരു കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവരെ പറ്റിയുള്ള സ്മരണയിലൂടെ നമുക്ക് ഗ്രഹിക്കാനുള്ളത്. അവര് അള്ളാഹുവിനെ മാത്രം അവലംബിച്ചവരാണ്, അള്ളാഹുവിനെ തങ്ങളുടെ ഉടമയായി പരിഗണിച്ചവരാണ്. അതായത് നമുക്ക് ഭൂമിയുണ്ട്, നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, നമുക്ക് കാറുണ്ട്, ബസ്സുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല ഉടമ വസ്തുക്കളും നമുക്കുണ്ട് എന്ന് നമ്മൾ പറയുകയാണല്ലോ. ഹഖീഖിയായിട്ട് നമ്മുടെ ഉടമ യഥാർത്ഥത്തിൽ ആരാ? ഇതിന്റെ മേലെ, ഈ ശരീരത്തിന്റെ മേലെ നമുക്കുള്ള ബന്ധം എന്താ? ഇത് നമ്മുടേതാണെന്നാണ് നമ്മൾ പറയണത്. വാസ്തവത്തിൽ അതൊരു നുണയാണല്ലോ. നമുക്ക് അള്ളാഹു നൽകിയതാണല്ലോ.
Yeah.